ഇന്ന് നമ്മൾ 2016 SSLC ഫൈനൽ എക്സാമിന് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആകെ 2 മാർക്കിനുള്ള ഒരേ ഒരു ചോദ്യമാണ് ഈ വർഷം അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത്. റൈറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 3, ഫൈൻഡ് ദ 11th ടേം. പൊതുവ്യത്യാസം 3 ആയ ഒരു സമാന്തര ശ്രേണി എഴുതുക. ഇതിന്റെ 11ാം പദം കാണുക. നമ്മളോട് ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആയിരിക്കണം. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഉണ്ടാവുന്നു, കോമ. ഇനി സെക്കൻഡ് ടേം എങ്ങനെയാണ് എഴുതുക? ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ ആദ്യ പദത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടുന്നു. ഇനി തേർഡ് ടേം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ സെക്കൻഡ് ടേമിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടുന്നു അഥവാ 3ാം പദം കിട്ടുന്നു. ഇനി 4ാം പദം അഥവാ ഫോർത്ത് ടേം എങ്ങനെയാണ് കിട്ടുക? ഈ തേർഡ് ടേമിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് ടേം അഥവാ 4ാം പദം കിട്ടുന്നു. ഓക്കെ, അങ്ങനെ തൊട്ട് മുൻപുള്ള പദങ്ങളോട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയാണ് നമ്മൾ അടുത്തടുത്ത പദങ്ങൾ എഴുതുന്നത്. ഇങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ് അഥവാ പൊതുവ്യത്യാസം 3 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫസ്റ്റ് ടേം ആദ്യ പദം എഴുതാം. അതായത് ഏതൊരു സംഖ്യ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. കാരണം ഇവിടെ നമ്മളോട് ഫസ്റ്റ് ടേം ഇന്ന സംഖ്യ തന്നെ ആവണം എന്നൊരു നിബന്ധനയൊന്നും തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഫസ്റ്റ് ടേം ആയിട്ട് എഴുതാം. ഞാൻ ഇവിടെ 1 ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടേം എങ്ങനെ എഴുതാം? അഥവാ 2ാം പദം ഈ 1നോട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയതാണ് സെക്കൻഡ് ടേം അഥവാ 2ാം പദം. അതായത് 1നോട് 3 കൂട്ടിയാൽ എത്രയാ? 4. ഇനി 3ാം പദം എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 4നോട് വീണ്ടും 3 കൂട്ടിയതാണ് 3ാം പദം. 4 + 3 എത്രയാ? 7. ഇനി 4ാം പദം എങ്ങനെ കാണാം? 7നോട് വീണ്ടും 3 കൂട്ടിയാൽ നമുക്ക് 4ാം പദം കിട്ടും. 7നോട് 3 കൂട്ടിയാൽ 10. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 എന്ന സംഖ്യ കൂട്ടി നമുക്ക് എത്ര വേണമെങ്കിലും ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേംസ് അഥവാ പദങ്ങൾ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത? ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 3 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 11th ടേം അഥവാ 11ാം പദമാണ്. നമുക്കറിയാം ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ അഥവാ സമാന്തര ശ്രേണിയുടെ nth ടേം അഥവാ n-ാം പദം കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. f + n-1 × d. ഓക്കെ, മറ്റൊരു ഇക്വേഷനും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. dn + f - d. ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എൻ എന്താണ്? എത്രാമത്തെ പദമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ് എൻ. ഇവിടെ നമുക്ക് 11ാമത്തെ പദമാണ് കാണേണ്ടത്. അതുകൊണ്ട് എൻ എത്രയാണ്? 11. ഇനി ഡി എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അപ്പൊ നമുക്ക് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എഫും ഡിയും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. കാരണം ആദ്യ പദം 1 അല്ലേ? ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 11th ടേം അഥവാ 11ാം പദം കണ്ടുപിടിക്കാം. 11th ടേം 11ാം പദം ഈക്വൽ ടു എഫിന്റെ സ്ഥാനത്ത് 1 പ്ലസ് n എത്രയാണ്? 11ാം പദം അല്ലേ കാണേണ്ടത്? അപ്പൊ n 11 മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 3 ഈക്വൽ ടു 1 പ്ലസ് 11ൽ നിന്നും 1 പോയാൽ 10 ഗുണിക്കണം 3. 1 പ്ലസ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വന്നു കഴിഞ്ഞാൽ, അതായത് കൂട്ടലും ഗുണനവും വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗുണനമാണ്. ഓക്കെ, അപ്പൊ 10 ഗുണിക്കണം 3 എത്രയാ? 30. അതിനുശേഷം നമുക്ക് അഡീഷൻ ചെയ്യാം. 1 + 30 എത്രയാ? 31. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 11th ടേം അഥവാ 11ാം പദം എത്രയാണ്? 31 ആണ്. ക്ലിയർ ആയില്ലേ? അടുത്ത വീഡിയോയിൽ 2015 SSLC ഫൈനൽ എക്സാമിന് ഈ ഒരു പാഠത്തിൽ നിന്നും വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.